സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൗദി അറേബ്യ ഒനൈസ KMCCയുടെ 2025 വർഷത്തെ റമദാൻ റിലീഫ് വിതരണ ഉദ്ഘാടനമാണ്. പണക്കാട് സയ്യിദ് മുനവ്വറിൽ ശിഹാബ് തങ്ങളുടെ വസതിയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട KMCC നേതാക്കന്മാരെ, നമ്മളിന്ന് നമ്മുടെ ഫണ്ട് ഉദ്ഘാടനത്തിൽ തങ്ങൾ നമ്മളുടെ ടൈം അനുവദിച്ചത് ഇപ്പോൾ 10:30 തങ്ങൾക്ക് ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് ഈ വന്ന എല്ലാവർക്കും ഒറ്റവാക്കി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഏറെ ബഹുമാന്യരായ നമ്മുടെ ഒനൈസ KMCCയുടെ ഭാരവാഹികൾ, പ്രസിഡന്റ് അപ്പോൾ അവരുടെ പ്രതിനിധികളൊക്കെ ഉണ്ട്, ഭാരവാഹികളൊക്കെ ഉണ്ട്. ഒനൈസ KMCC എല്ലാ വർഷവും നമ്മുടെ CH സെൻ്ററുകൾക്കും ഡയാലിസിസ് സെൻ്ററുകൾക്കും ചികിത്സാ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം മഹത്വം നിറഞ്ഞ ഒരു പദ്ധതിയാണ്. ഒനൈസ എന്ന് പറയുന്ന ചെറിയ പ്രദേശം ഞാൻ അവിടെ പോയിട്ടുണ്ട് പല തവണ. എന്നിരുന്നാൽ പോലും അവിടെ KMCC ഇവിടെ സജീവമാണ്. ആ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ ആളുകൾ പോയി അവിടെ ചെറിയ ചെറിയ തൊഴിലുകളും കച്ചവടമൊക്കെ ചെയ്യുമ്പോഴും അവിടെ നിന്ന് ഇത്രയും ഭീമമായ സംഖ്യ പിരിച്ചെടുക്കുക എന്നുള്ളത് വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞതാണ്. പക്ഷേ അത് അവർ വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ആ ധനസമാഹരണം നടത്തുകയും 15 ലക്ഷം രൂപ ഇന്ന് വിവിധ CH സെൻ്ററുകളിലേക്ക് നൽകുന്നതിന് വേണ്ടിയും, അതുപോലെ 1500 ഡയാലിസിസ്, 1101 ഡയാലിസിസ് അത് ഡയാലിസിസ് സെൻ്ററുകളിലേക്കും നൽകുന്നതിന് വേണ്ടി ഇന്നതിൻ്റെ ഫണ്ട് കൈമാറ്റം ഇവിടെ പണക്കാട് വെച്ച് നടത്തിയിരിക്കുകയാണ്. അള്ളാഹു അത് നമ്മിൽ നിന്ന് സ്വാലിഹായ മുലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി സഹായിച്ച ഓരോരുത്തർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽ-ഫാത്തിഹ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒനൈസ KMCCയിലെ നേതാക്കന്മാരെ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. നമ്മുടെ പഴയകാല നേതാക്കന്മാർ മരക്കാരാജി, അതുപോലെ കോട്ടുമല, പിന്നെ വെള്ളവുംപ്രത, നമ്മളെ എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഇന്ന് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഒനൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒനൈസയിൽ ഇപ്പോൾ തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചെറിയൊരു പ്രദേശമാണ്. അതിൽ നിന്നും നമ്മൾക്ക് ഇത്രയും വലിയൊരു സംഖ്യ ഓരോരുത്തരും 10 രൂപ, 10 റിയാൽ, 5 റിയാൽ എന്ന് തന്ന്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു സംഖ്യ ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞ്. അതിന് അള്ളാഹുവിനോട് ആദ്യം അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ പഴയകാല നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അസ്സലാമു അലൈക്കും. പിന്നെ ഒനൈസ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോഴത്തെ അന്നത്തെ ഞങ്ങൾ ഈ KMCC പിന്നെ 1990 തുടങ്ങുന്നത്. അന്ന് അവിടെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ലീഗ് അനുഭാവികളും KMCCനെ അനുകൂലിക്കുന്നുള്ളൂ. അന്ന് 10 രൂപ മാസവരിസംഖ്യ പിരിച്ചിക്കാണ്ട് മെമ്പർഷിപ്പിന് 10 രൂപ, അത് കഴിഞ്ഞ് മാസം 10 റിയാൽ അന്ന് തുടങ്ങിയതാണ്. ഇത്രയും ഇത് വികസിച്ചത് വലുതായ പടച്ചോനെ അൽഹംദുലില്ലാ, അള്ളാഹുവിന് ശുക്ർ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒനൈസ KMCCൻ്റെ പഴയകാല നേതാക്കന്മാരൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ഒനൈസയിൽ ചെന്നൊരു പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഒനൈസ KMCC സ്ഥാപക നേതാക്കന്മാരിൽപ്പെട്ട 1-2 ആളുകൾ, കുറച്ച് ആളുകൾ ഇന്നത്തെ ഈ പരിപാടിക്കും പങ്കെടുക്കാൻ സാധിച്ചു എന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കാനുമാണ്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ചെയ്ത അന്നത്തെ ആ നന്മ, അതായത് ഈ വിത്ത് പാകുന്ന സമയത്തുണ്ടല്ലോ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടായിരിക്കും തോന്നുന്നത് ഇന്ന് ഒനൈസ KMCC
അതിൻ്റെ ഏറ്റവും വലിയ ഉയരങ്ങളിൽ എത്തി നിൽക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഓരോ വർഷം കഴിയുന്നിടത്തോളം നമുക്ക് ഫണ്ട് കൂടുതലല്ലാതെ കുറയുന്നില്ല. അത് വലിയ സന്തോഷമുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് വനീസ പോലത്തെ ചെറിയ സ്ഥലത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ സ്ഥലത്ത് എല്ലാവരും തുച്ഛമായ ശമ്പളത്തിന് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് പോലും നമ്മളെ പ്രവർത്തകർ അത്രയും ഒരു വലിയൊരു ടീം വർക്ക് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ഫണ്ട് സ്വരൂപിക്കാൻ സാധിച്ചത്. കാരണം ഞാൻ ആ ഗ്രൂപ്പിൽ പൈസ കിട്ടുന്നതും അതിൻ്റെ ആ പൈസ പിരിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഓരോ പ്രവർത്തകർ ശരിക്കും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വികാരമാണ്. കാരണം വെച്ചാൽ അവരത്രയും ആത്മാർത്ഥമായിട്ട് റംസാനൊക്കെ വളരെ അതായത് കഷ്ടപ്പെട്ട് എവിടെ ഒരു 10 റിയാൽ കിട്ടുകയാണെങ്കിൽ ആ 10 റിയാൽ ആരെ തരുന്ന അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്ന് സ്വരൂപിച്ച് ഇത്രയും നമ്മളെ കേരളത്തിലുള്ള എല്ലാ CH സെൻ്ററുകൾക്കും കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. കാരണം വെച്ചാൽ അവരൊക്കെ എന്ത് ഉദ്ദേശം വെച്ചാണ് ഇതിനൊക്കെ പ്രവർത്തിച്ചെങ്കിൽ ആ ഉദ്ദേശം അള്ളാഹു കബൂലാക്കി കൊടുക്കട്ടെ. ഏതായാലും വളരെ സന്തോഷമുണ്ട്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതിലൊക്കെ പങ്കെടുത്ത എല്ലാവർക്കും പറ്റുവാക്ക് ഞാൻ നന്ദി അറിയിക്കാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷവും അതിനോടൊപ്പം തന്നെ അഭിമാനവും നിറഞ്ഞ ഒരു സദസ്സിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വനൈസ KMCCയുടെ 2001 വർഷ കാലഘട്ടത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 റിയാൽ 5 റിയാൽ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു സൈക്കിളുമായി വനൈസയിലെ മസറയിലും മറ്റ് ജോലി സ്ഥലങ്ങളിലും പോയി പിരിച്ചെടുത്ത് മാസാന്ത യോഗത്തിൽ നാട്ടിൽ നിന്നും വരുന്ന വിവാഹ സഹായ അപേക്ഷകൾക്ക് 1500 രൂപ വെച്ച് നൽകി പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് 2025 ആയപ്പോഴേക്കും 15 ലക്ഷം രൂപയുടെ റിലീഫ് പ്രവർത്തനം ഒരു വർഷത്തിൽ നടത്താൻ കഴിയുന്നിടത്ത് എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ വനൈസയിലെ ഒരു പഴയകാല KMCC പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. വിവിധ CH സെൻ്ററുകൾക്കായി 15 ലക്ഷം രൂപയുടെ സഹായ വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളിൽ ഈ ഫണ്ടിൻ്റെ വിതരണം ഏൽപ്പിച്ച് ചടങ്ങിൽ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച വനൈസ KMCCയുടെ ഭാരവാഹികൾക്കും വനൈസ KMCCയുടെ പുതിയ കമ്മിറ്റിക്കും എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള നേതാക്കളെ എല്ലാവരും നേതാക്കൾ തന്നെയാണ്, സഹപ്രവർത്തകരെ എല്ലാം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ നല്ലൊരു സന്തോഷത്തിലെ സുദിനത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം വനൈസ KMCC ഇവിടെ തുടക്കത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച് പഴയ നേതാക്കളൊക്കെ ഇവിടെ ആവർത്തിച്ച് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് നമ്മളെ ആ ചെറു ഗ്രാമത്തിൽ നിന്ന് നമ്മളെ അന്ന് വനൈസ KMCC മാത്രമുള്ളായിരുന്നു. പിന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ട് മുദിനബും അതുപോലെ തന്നെ അൽറാസും അത് നമ്മളെ വനൈസ KMCC തന്നെയാണ് തുടക്കം കുറിച്ചിരുന്നത്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് തുടക്കം കുറിച്ച് പല ശാഖകളും വനൈസ കമ്മിറ്റിക്കുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹ് കേന്ദ്ര കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ച കുറേ ആളുകളുണ്ട്. എല്ലാവരും നമ്മളെ നേതാക്കന്മാർ തന്നെയാണ്. സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. എല്ലാവരെയും ഈ ഒരു സന്ദർഭത്തിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ച സമയത്ത് അതിൽ ചെറിയൊരു അംഗമാവാനും ആ കമ്മിറ്റിയിലൊരു അംഗമാവാനും കഴിഞ്ഞാൽ വളരെ ഒരു അഭിമാനം കൊള്ളുന്നു. കാരണം 15 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് വിതരണമാണ് ഇവിടെ നടന്നത്. ഒരുപാട് ഫണ്ട് വിതരണത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പം കുറേ കഴിഞ്ഞ് ഇങ്ങോട്ട് ആവുമ്പോൾ വളരെ ഒരു സന്തോഷം തോന്നുക. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരു പിരിവിനോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ കമ്മിറ്റിയുടെ ഒരു മീറ്റിങ്ങിനൊക്കെ ആളുകൾ വിളിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അവരെ തേടിപ്പോലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇപ്പോൾ ആളുകൾ ചോദിച്ചിങ്ങോട്ട് വരുന്ന അവസ്ഥയാണുള്ളത്. അറിഞ്ഞെടുത്തോളം എന്നാണ് നമ്മുടെ നോമ്പ് തുറ അല്ലെങ്കിൽ എന്നാൽ നമ്മുടെ റിലീഫ് പറഞ്ഞിട്ട് ഈ റിലീഫിന് വേണ്ടിയുള്ള പൈസകൾ നമ്മൾ വിശ്വസിച്ചിട്ട്, അതായത് സെൻട്രൽ കമ്മിറ്റി വിശ്വസിച്ച് തരുന്ന കുറേ ആളുകൾ വനൈസയിലുണ്ട്.
അതിൻ്റെയൊക്കെ ഒരു വലിയൊരു വിജയമാണ് ഈ കാണുന്ന ഈ ഇത്രയും വലിയൊരു സംഖ്യ സ്വരൂപിക്കാൻ കഴിഞ്ഞത്. ഇതിൽ പ്രവർത്തിച്ച കുറേ ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സംഗമിച്ച് എല്ലാവരും കാണാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ EK മുഹമ്മദ് അച്ചനമ്പലം വേങ്ങര എന്ന് പറയും. എൻ്റെ അഞ്ചനാണ് EK അബ്ദു. അതുകൊണ്ട് ഇതിലൊരു പാടുകാരുണ്ടെന്ന് ഞാൻ 1991 മുതൽ 2001 വരെ ഉണീസ ഉണ്ടായിരുന്നു. ഈ കാലയളവിൽ നമ്മളെ നയിച്ചിരുന്നത് നമ്മളെ കോഴിക്കോട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കുഞ്ഞാലിക്കുട്ടിയാൾക്ക് അറിയും. ഉണീസ അത് നമ്മളെ ഇതിൻ്റെ മുന്നിൽ മർക്കസിൻ്റെ മുന്നിലായിട്ട് നമ്മൾ ചെറിയ റൂമുണ്ടായിരുന്നു. ആ റൂമിൽ നമ്മൾ ചെറിയ ഒരു KMCC റൂമുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മളെ കൂട്ടുമല, അതേമാതിരി മർക്കാരാജി, മദാരി മുസ്തഫ, അവർക്ക് അന്ന് നേതൃത്വം നൽകി. വൈകുന്നേരം മഴക്കാലത്തൊക്കെ നമ്മളെ കോഴിക്കോട് ഒരു പുതപ്പും പൊതിച്ചുകാണ്ട് ഒരു സൈക്കിൾ ഏറ്റ് പോവും സനായിക്കുമൊക്കെ ഒരു 10 രൂപ വാങ്ങാൻ വേണ്ടി. അങ്ങനെ വലുതാക്കി ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ KMCC, ഉണീസ KMCC. ഇന്ന് അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ നിലയിലെത്തി, അൽഹംദുലില്ലാ. എന്നിരുന്നാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMCCൻ്റെ കൂട്ടത്തിൽ കൂടാൻ ഭാഗ്യം സിദ്ധിച്ച് അൽഹംദുലില്ലാ അള്ളാഹിനെ സ്തുതിക്കുകയാണ്. കുറഞ്ഞ കാലമാണ് നെജിയിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഉള്ള കാലത്തൊക്കെ പിന്നെ KMCCൻ്റെ പ്രവർത്തനങ്ങൾ കഴിയുന്ന പരമാവധിയൊക്കെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞ മാതിരി കഷ്ടപ്പാടുകളൊന്നും ആ KMCCൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് പറയാനില്ല. കാരണം ഞാനൊക്കെ അവിടെ എത്തുന്ന കാലത്ത് ഇവരെ വളർത്തി വലുതാക്കി ആ മരത്തിന് ഇങ്ങനെ വെള്ളം പാർന്നു കൊടുത്താൽ മതി, അത് കുഴിച്ചിടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാ ഈ സംഗമിച്ച് വളരെ സന്തോഷമുണ്ട്. ഒരു 15 ലക്ഷം രൂപ സമാഹരിച്ച് വിതരണം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് രോഗികൾക്ക് അതിനുള്ള സഹായം കിട്ടുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് നമ്മുടെ KMCC പ്രവർത്തകർ, അതിനുവേണ്ടി സഹായിച്ച ആളുകൾ, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു. അസ്സലാമു അലൈക്കും. വേദിയിരിക്കുന്ന നേതാക്കന്മാരെ, മറ്റു സഹപ്രവർത്തകരെ, KMCCയുടെ നേതാക്കന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ മഹത്തരമായ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. 1001 കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിൻ്റെ വിതരണ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഇപ്പോൾ പഴയ കാല നേതാക്കന്മാർ പറഞ്ഞ പോലെ ആ കാലത്ത് വിളിച്ചാൽ എത്താൻ പറ്റാത്ത, ഫോൺ പോലില്ലാത്ത കാലത്ത് സൈക്കിൾ എടുത്തുകൊണ്ട് പല ഏരിയകളിൽ പോയിട്ട് ഫണ്ട് കളക്ട് ചെയ്തിരുന്ന നേതാക്കന്മാരുണ്ട്. അവരുടെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രവർത്തനം ഒന്നുമല്ല. ഒരു ഫോൺ കോളിൽ, ഒരു മെസ്സേജിൽ പൈസയും ആൾക്കാരും നമ്മൾ അടുത്ത് വരികയാണ്. അല്ലെങ്കിൽ വണ്ടിയും തന്നെ അത്രയും സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് നമുക്കില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളർന്ന് വലുതായ ഒരു മരത്തിൻ്റെ തണലിൽ ഇരുന്നിട്ട് നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചെടുത്ത് നമ്മളിങ്ങനെ നിലനിർത്തുന്നേ ഉള്ളൂ. പക്ഷേ അല്ല, ഇന്ന് കാണുന്ന ഈ ഉണീസ KMCC ഇത്രയും വലുതായി ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നത്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ നമ്മുടെ നേതാക്കന്മാർക്ക്, അതിനെ എത്തിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സാധിക്കട്ടെ. ഈ ഫണ്ട് കളക്ട് ചെയ്ത് എത്തിച്ച നമ്മുടെ ഉണീസ സെൻട്രൽ കമ്മിറ്റിയിലെയും അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏരിയ കമ്മിറ്റിയിലെയും നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും 1000 അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. ഇനിയും അവർക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ സാധിക്കട്ടെ, അതിന് പടച്ചവൻ തുണ നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഉനീസ അംഗങ്ങളെ, പുതിയ കമ്മിറ്റി അംഗങ്ങളെ, ഇവിടെ ഇപ്പോൾ കുറേ ആളുകൾ സംസാരിച്ചു, കൂടുതലായൊന്നും പറയുന്നില്ല. 1990 മുതൽ 2004 വരെ KMCC പ്രവർത്തിച്ചിട്ടുണ്ട്. 2.5 വർഷം ജനറൽ സെക്രട്ടറി ആയിരുന്നു. സെനായി ഏരിയകളുടെ പിരിവൊക്കെ ഞാൻ നടത്തിയിരുന്നത്. അന്ന് നോമ്പിൻ്റെ പിരിച്ചാൽ പരമാവധി കിട്ടുന്ന 20,000 റുപ്യായിരുന്നു, നാട്ടിലത്തെ 20,000 റുപ്യ. ഇന്നിപ്പോൾ അത് 15 ലക്ഷമായി മാറിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ നോമ്പ് കഴിഞ്ഞ ദിവസം എല്ലാ റൂമുകളും കയറി ഇറങ്ങി നടന്നുകാണ്ട് പിരിക്കായിരുന്നു. അന്ന് ഓരോ ഉനീസ KMCCയുടെ നല്ലവരായ പ്രവർത്തകരെ, ഈ കൊടപ്പനക്കൽ തറവാട്ടിൽ ഈ മുറ്റത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നതോടൊപ്പം ഒരു ദ്വാവസ്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ എഴുന്നേറ്റുന്നത്. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഏതാണ്ടും 1990 മുതൽ നമ്മൾ പ്രവർത്തിച്ചു വന്ന KMCC എന്ന ഈ പ്രസ്ഥാനം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതൊരു ലീഗുകാരനോ മാർക്സിസ്റ്റുകാരനോ
ഇല്ലെങ്കിൽ സുന്നിയോ മുജാഹിദോ ഒന്നും നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ പ്രിയപ്പെട്ട അൽറാസ് ഉനൈസ സെൻട്രൽ കമ്മിറ്റി എക്സ് പ്രവാസി സംഘം അൽഹിൻ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, ഈ ഒരു സംരംഭം ഇനി അടുത്ത വർഷം ഇതിലും ഉഷാറായിട്ട് നടത്താനുള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുൻകാല ഉനൈസ KMCC സെൻട്രൽ കമ്മിറ്റിയുടെ നേതാക്കളെ, ഇപ്പോഴത്തെ നേതാക്കളെ, നമ്മുടെ ഏരിയ കമ്മിറ്റിയുടെ നേതാക്കളെ, മറ്റു എല്ലാ പ്രവർത്തകർക്കും ആശംസയും അറിയിക്കുന്നു. അതുപോലെ ഇന്നിപ്പോൾ നമ്മളിവിടുന്ന് എല്ലാവരും നമ്മൾ ഒക്കെപ്പാടെ പോയിക്കാണ്ട് ഒരു 3 സ്ഥലത്ത് അല്ലേ, 3 സ്ഥലത്ത് നമുക്ക് ഈ ഫണ്ട് വിതരണം ചെയ്യണം. അപ്പോൾ ഈ ആൾക്കാർ തന്നെ എല്ലാവരും കൂടി പോയിട്ട് നമുക്ക് അവിടെ വിതരണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ ഇപ്പോൾ ഇന്ന് എല്ലാവരും ഇവിടെ വന്നല്ലോ, കാരണന്മാരൊക്കെ വന്ന് വളരെ ബുദ്ധിമുട്ട് തയ്ച്ചാണ് ഇവിടെ എത്തിച്ചത്. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.